നമ്മുടെ വേഷങ്ങൾ അങ്ങനെ ആകരുത്. നരകക്കാരന്റെ വസ്ത്രം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ വെള്ളം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ കാറ്റ് സഹിക്കാൻ പറ്റുമോ? ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. കുറ്റവാളികൾ നരകത്തിന്റെ ശിക്ഷയിൽ ശാശ്വതരാണ്. ലാ യുഫത്തറു അൻഹും വമാ ഹും ഫീഹി മുബ്ലിസീൻ. ഒരിക്കലും അവരെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടൂല. ശിക്ഷ എങ്ങനെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവരെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചുട്ട് പൊള്ളിയിട്ട് കരിഞ്ഞു ഉണങ്ങിയിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ കൊഴിഞ്ഞു വീണാലും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് കുല്ലമാ നദിജത് ജുലൂദുഹും. ശരീരത്തിന്റെ തോലുകളൊക്കെ പഴുത്ത് ഓരോ ഭാഗങ്ങളും തീരേക്ക് അങ്ങനെ വീണാലും പുതിയ ബോഡി നമ്മളങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. നല്ലോണം ശിക്ഷ ഒന്ന് രുചിക്കാൻ വേണ്ടിയാണ്. ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർക്ക് കൊടുക്കുന്ന വസ്ത്രം? സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവർക്ക് കൊടുക്കുന്ന ഡ്രസ്സ് ടാറിനാൽ നിർമ്മിതമായ ഡ്രസ്സാണ്. പെട്ടെന്നല്ലേ ടാറിലേക്ക് തീ പടരുന്നത്? റോഡ് സൈഡിലൊക്കെ ടാറിടുന്നത് കണ്ടിട്ടില്ലേ? ഒരു തീന്റെ ചെറിയൊരു ഭാഗം ടാറിലേക്കൊന്ന് പെട്ടെന്ന് പിടിച്ചാൽ എത്ര പെട്ടെന്നാണ് കത്തിപ്പടരുന്നത്. കത്തിപ്പടരാൻ എളുപ്പമുള്ള വസ്ത്രം അതാണ് നരകക്കാരന് കൊടുക്കുന്ന വസ്ത്രം. അവരെ മുഖം മൊത്തം തീ കൊണ്ട് മൂടുന്നു. കിടക്കുന്നിടത്തിരിക്കുന്നിടത്തൊക്കെ തീ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്ദൽ തങ്ങൾ കണ്ണവന്തങ്ങൾ നമ്മുടെ സദസ്സിന് ദുആ ചെയ്ത് നേതൃത്വം നൽകുന്നതിന് വേണ്ടി തങ്ങൾ പാപ്പ എത്തിച്ചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ നരകക്കാരുടെ വസ്ത്രം പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. നരകത്തിലുള്ള ആള് പുറത്തേക്കൊന്ന് പുറന്തള്ളിയിട്ട് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ? നടത്തും. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ. വിഷമം സഹിക്കാൻ കഴിയാതെ നരകത്തിലുള്ള ആള് പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോ അങ്ങോട്ട് തന്നെ മടക്കപ്പെടും. മലക്കുകൾ പറയും, ഇങ്ങോട്ട് വരാൻ പറ്റൂല, നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം, നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോകണം. വീണ്ടും നരകത്തിലേക്ക് മടക്കപ്പെടുന്നു. എത്ര അവര് ശ്രമിക്കുമ്പോഴും കഴിയില്ല. ഉന്തിത്തള്ളി മാറ്റുകയാണ്. അവരെ മുഖത്തേക്ക് മലക്കുകൾ ദണ്ടുകൊണ്ടടിക്കുകയാണ്. വലഹും ഫീഹാ മഖാമിഉ മിൻ ഹദീദ്. ഇരുമ്പിനാലുള്ള ദണ്ടുകളുണ്ട് ആ മലക്കുകളെ കയ്യില്. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ്. ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മുഖത്തേക്ക് അടിക്കുകയാണ്. വീണ്ടും നരകത്തിന്റെ ആഴിയിലേക്ക് ആ താപതിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെയും പുറത്തേക്ക് അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എത്ര വരാൻ നോക്കിയാലും പുറത്ത് കടക്കാൻ കഴിയൂല. കാലകാലം നരകത്തിൽ തന്നെ. ശിക്ഷ തുടരുകയാണ്. അതേ സമയത്ത് ഒന്നാമത്തെ തട്ടിൽ പ്രവേശിക്കപ്പെട്ട ആളുകളില്ലേ, അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ദോഷത്തിന്റെ കട്ടിയും കനവും കണക്കാക്കി അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ബാക്കി 6 തട്ടിലുമുള്ള ആളുകൾ ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളോട് ചോദിക്കും, അല്ല, നിങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചവരല്ലായിരുന്നോ?
അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ചവരല്ലായിരുന്നോ? നിങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോറ്റവരായിരുന്നില്ലേ? നിങ്ങൾ പലതും ചെയ്തവരായിരുന്നില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളെ പരിഹസിക്കുമ്പോ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷകൾ പൂർത്തിയാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉത്തരവിടുന്നു. കരിക്കട്ടകളെ പോലെ ആയ ആ ശരീരങ്ങളെ അതാ സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തുന്നതിന്റെ മുമ്പ് അതിന്റെ മുൻഭാഗത്ത്, സ്വർഗത്തിന്റെ മുൻഭാഗത്ത് സജ്ജീകരിച്ചൊരു നദിയുണ്ട്. ആ നദിയിലിട്ടവരെ മുക്കുകയാണ്. അവരെ ശരീരത്തിന്റെ നിറങ്ങളും കളറുകളും ഒക്കെ മാറാൻ വേണ്ടി അവരെ ഒന്ന് മുക്കിയെടുക്കുന്നു. എന്നാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ യുസമ്മൂനൽ ജഹന്നമിയൂൻ, അവർക്ക് സ്പെഷ്യൽ പേര് അപ്പോഴുണ്ട്. ജഹന്നമികൾ, ജഹന്നമിൽ നിന്ന് വന്നവർ. ആ പേര് കൊണ്ട് അവിടെ കച്ചറൊന്നും ഉണ്ടാകൂല, പക്ഷെ ആ പേര് കൊണ്ടൊരു സ്ഥാനത്തിന്റെ കുറവ് അപ്പോഴുണ്ട്. നരകം തൊടാതെ സ്വർഗത്തിലെത്തിയാലല്ലേ ഫഖദ് ഫാസ എന്ന് ഖുർആൻ പറഞ്ഞത്, വിജയിച്ചു എന്ന് പറഞ്ഞത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ ഓർക്ക് പിന്നെ ഈ പേര് പറയുന്നതാണ് ഹദീസിൽ പറഞ്ഞത്. യുസമ്മൂനൽ ജഹന്നമിയൂന, ജഹന്നമിയാണല്ലേ, ജഹന്നമിയാണല്ലേ. അപ്പുറത്ത് സ്വർഗക്കാരിങ്ങനെ ചോദിക്കും, നരകൊന്നും തൊടാതെ അപ്പുറത്തെത്തിയ ആളുകൾ ചോദിക്കും, ജഹന്നമിയാണ്, അവിടെ ടച്ച് ചെയ്ത് വന്ന ആളാണ്. ഒന്നാമത്തെ തട്ടങ്ങനെ കാലിയാകും. ആ തട്ട് കാലിയായെടുത്ത് ജിർജിർ മുളക്കുമെന്ന് ഹദീസിൽ കാണാം. ഒന്നാം തട്ടേ കാലിയാകുള്ളൂ, ബാക്കി തട്ടുകളൊന്നും കാലിയാകൂല. ബാക്കിയുള്ളതൊക്കെ സദാ സമയത്തും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒന്നാം തട്ടിലുള്ള ആളുകളെയും അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശം മുഖേന കുറെ ശിക്ഷകൾ അവർ സഹിച്ച ശേഷം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ആരും കരുതിയിരിക്കണ്ട, നരകത്ത് പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കരുതിയിരിക്കേണ്ട സഹോദരങ്ങളെ. നരകം കാണുമ്പോഴേക്ക് മുട്ടുകത്തിയിരിക്കുന്നവരാ ഞാനും നിങ്ങളും. എല്ലാ സമുദായങ്ങളും മുട്ടുകെട്ടിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. മുട്ടുകെട്ടാതെ ഇരിക്കുന്ന ഒരാള്, അന്തസ്സോടെ നിൽക്കുന്ന ഒരാള്, ഒരേ ഒരാള് മാത്രമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജിന്നുകളും, മുഴുവൻ മലക്കുകളും, മുഴുവൻ ചരാചരങ്ങളും മുട്ടുകെട്ടിയിരുന്നു പോയി. നരകം പിടിച്ചുകൊണ്ട് കെട്ടുന്ന സമയത്ത് മഹ്ശറിൽ കാണുന്ന വലിയൊരു ഭയാനക കാഴ്ചയാണത്. എല്ലാവരും മഹ്ശറിലെത്തിയ ശേഷം മലക്കുകൾ കൊണ്ടുവരും നരകം അർശിന്റെ ഇടത്തെ ഭാഗത്തുനിന്ന് പിടിച്ചു കെട്ടാൻ. നരകത്തിന് 70,000 കടിഞ്ഞാണാണ് ഉള്ളത്. ഒരൊറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മലക്കുകളെ എണ്ണം കൂട്ടിക്കോളൂ. ഒരു കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനത്തെ 70,000 കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുമ്പോ ഇവരുടെ ഈ കയ്യിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ വേണ്ടി നരകം ഒന്ന് കുലുങ്ങും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകം അങ്ങനെ കുലുങ്ങുമ്പോ എങ്ങാനും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ ഒരു കുട്ടിയും ബാക്കി ഉണ്ടാവും. എല്ലാവരെയും ചുട്ടി കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ നരകത്തെ അങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം, ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ, എല്ലാ നബിമാരും തായോട്ട് മുട്ടുകെട്ടിയിരുന്നു പോയി. എത്ര എത്ര വലിയ മഹാന്മാരാ സഹോദരങ്ങളെ, അമ്പിയാക്കള്, അവരെ പോലെ സ്ഥാനമുള്ളവരാരാ? ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ താഴെ ഇരുന്നു. കണക്കെത്രയെന്നറിയാത്ത മലക്കുകൾ മുട്ടുകെട്ടിയിരുന്നു. ഔലിയാക്കളും ഇരുന്നു. നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഇരുന്നു പോയി. നമ്മളൊക്കെ ഇരുന്നു, എല്ലാരും ഇരുന്നു. പക്ഷെ ഇരിക്കാതെ അന്തസ്സോടെ ആ നരകത്തെങ്ങനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ശരിയായ ആർജവത്തോടെ നിൽക്കുന്ന നേതാവാണ് നമ്മളെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് മാത്രം, ഒരൊറ്റാള് മാത്രം, വേറെ ആരുമില്ല.
അതൊരു ഐപ്പവറുള്ള നേതാവാണ്. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വന്തത്തെ മറന്ന് സ്നേഹിച്ച് ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ മദ്ഹുകൾ ഊണിലും മുറക്കിലും ഒക്കെ നിർവഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ആരാ സഹോദരങ്ങളെ അവലംബിക്കാനുള്ളത്? തങ്ങൾ ഇങ്ങനെ നരകത്തെ നോക്കിയിട്ട് പറയും, നരകമേ അഊദു ബില്ലാഹി മിൻകി, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, നിന്നെപ്പറ്റി കാവൽ ചോദിക്കുന്നു. നരകം മുത്തുനബി തങ്ങളോട് സംസാരിക്കുകയാണ്. നരകത്തിന് സംസാരമുണ്ടോ? ഉണ്ട്. നരകത്തിന് ജീവനുണ്ട് എന്നാണ് മഹാന്മാര് പറയുന്നത്. കാരണം നരകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ. തബാറക സൂറത്തിലൊക്കെ ഓതുന്ന ആൾക്കാർ ഒന്നിങ്ങനെ അവിടെ നിന്ന് മനസ്സിരുത്തി ഓതണം. എങ്ങനെയാണ് തബാറക സൂറത്തിൽ നരകത്തെ പറ്റി പറയുന്നത്? തകാദു തമയ്യസു മിനൽ ഗൈം, നരകം അതിന്റെ ക്രോശം കൊണ്ട്, ക്രോധം കൊണ്ട് പൊട്ടി വിണ്ട് കീറിയിട്ടൊക്കെ എല്ലാത്തിനെയും തരിപ്പണാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ നരകത്തിന് അങ്ങനെ ഒരു പൊട്ടിക്കീറുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ ലം യതികും നദീർ. വല്ലാത്തൊരു രംഗമാണ് നരകത്തിന്റെ രംഗം. നരകം ഇങ്ങനെ പൊട്ടിക്കീറ, നരകം ഇങ്ങനെ ഗൗരവത്തോടെ ശബ്ദിക്കുക. നരകം പറയും. നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നരകം എന്താ പറയുന്ന വാക്കറിയോ? ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ റസഖ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു. അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ച് അല്ലാഹ് അല്ലാത്തവർക്ക് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചവരില്ലേ, അവരെ ഞാൻ പ്രതികരിക്കും. അടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അല്ലാത്തവർക്ക് വഴിപ്പെട്ട്, ദുനിയാവിന് വഴിപ്പെട്ട്, ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ട്, ശൈത്താന് വഴിപ്പെട്ട്, ഭൗതിക താല്പര്യങ്ങളുടെ ഇംഗിതങ്ങൾക്ക് പിന്നാലെ പോയിട്ട് പടച്ച റബ്ബിന്റെ അന്നം തിന്നു കഴിഞ്ഞ ആളുകളില്ലേ, അവരെ ഇന്ന് നന്നായി ഞാൻ പ്രതികരിക്കും, ശിക്ഷിക്കും, ഒരൊറ്റൊന്നിനെയും വിടൂല. നരകം പറയുന്ന പറച്ചിലാണ് ഈ മലക്കൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന നേരത്ത്. മുത്തുനബി നിങ്ങൾ കാവൽ ചോദിക്കുമ്പോ നരകം ചോദിക്കാൻ, നബിയെ തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വരൂലല്ലോ, നിങ്ങളെ ബോഡി അന്ന് എനിക്ക് ഹറാമാക്കിയിട്ടില്ല, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? എന്താ മറുപടി എന്നറിയോ? ലി ഉമ്മത്തി, ഞാൻ എനിക്ക് വേണ്ടിയല്ല നരകമേ കാവൽ ചോദിക്കുന്നത്, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോഴും നമുക്ക് വേണ്ടി കാവൽ ചോദിക്കുന്ന നേതാവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തുനിന്ന് ഓരോ സ്റ്റെപ്പ് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ, ഞാൻ അവസാനിപ്പിക്കാണത് പറഞ്ഞാൽ തീരാത്തൊരു ലോകാണ്. ഇങ്ങനെ പോരുന്ന സമയത്ത് സഹോദരങ്ങളെ, ബാക്കിയുള്ള 6 തട്ടിലുള്ള ആൾക്കാരെന്താ പറയുന്ന ഭാഷ എന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്, സിറാത്തിലൂടെ ഓരോരുത്തർ ഇങ്ങനെ അക്കരെ എത്തുന്ന നേരത്ത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങള് മുസ്ലിങ്ങളായില്ലല്ലോ, മുസ്ലിമായി ജീവിച്ചു മരിച്ചില്ലല്ലോ. സത്യനിഷേധികൾ പരലോകത്തെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, താല്പര്യത്തോടെ കൂടുതലായവർ പറയുന്ന വാക്കെന്താണ്? ലൗകാനൂ മുസ്ലിമീൻ, ലൗകാനൂ മുസ്ലിമീൻ. മുസ്ലിം ആയിരുന്നെങ്കിൽ ഒന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി ചോദിക്കാമായിരുന്നു, ഒന്ന് ശ്രമിക്കാമായിരുന്നു, ഏതെങ്കിലും ഒരു റെക്കമെൻഡിലൂടെ കഴിച്ചിലാകുമായിരുന്നു. ഇവരൊക്കെ നരകത്തുനിന്ന് പോയല്ലോ, ഞാനും മുസ്ലിമായില്ലല്ലോ, എന്റെ ഉപ്പയും മുസ്ലിമായില്ലല്ലോ. ഇതിങ്ങനെ വളരെ വിഷമത്തോടെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ പോകുന്ന ഒരു വിഭാഗത്തിലും പെട്ടുപോകരുത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകരുത്, മദ്യപാനത്തിന് അടിമപ്പെട്ടു പോകരുത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ മദ്യം കുടിച്ചിട്ട്, ദുനിയാവിൽ മദ്യപാനം നടത്തിയിട്ട് വേണ്ട രൂപത്തിൽ പൊറുപ്പിക്കാൻ കഴിയാതെ അല്ലാഹുവിനോട്
അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ കഴിയാതെ മരിച്ചു പോരുന്നവൻ അതാ നരകക്കാരുടെ തീനത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുമെന്നത് നിശ്ചയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരന്റെ തീനത്തുൽ ഖബാലിൽ നിന്ന് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തീനത്തുൽ ഖബാലി എന്താണ്? മയക്കുമരുന്നിന് അടിമപ്പെടണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, ആഘോഷ ദിവസങ്ങൾ വരുമ്പോ, ന്യൂ ഇയറും മറ്റും വരുമ്പോ, കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ആഖിറം മറന്നു പോകണ്ട. തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെട്ടു പോകും. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. നരകത്തിൽ നിന്ന് സലാമത്ത് കിട്ടണമെന്ന ഉദ്ദേശത്തോടെ വലിയ വലിയ സംഭാവനകൾ കൊടുക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീനത്തുൽ ഖബാൽ സുഖിക്കാൻ പറ്റിയൊരു മരുന്നാണോ? കുടിക്കാൻ പറ്റിയൊരു ജലമാണോ? എന്താ നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരന്റെ കക്ഷഭാഗത്തുനിന്നും നരകക്കാരന്റെ സ്വകാര്യ ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമില്ലേ, അത് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നത് ദുനിയാവിൽ കള്ളുമോന്തിയവനാ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്. നീ ജനങ്ങൾക്കിടയിൽ കുടിച്ചത് നല്ല പാനീയങ്ങളല്ലേ? ആളുകൾ കാണുമ്പോ നീ കുടിച്ചത് ഹലാലായ പാനീയങ്ങളല്ലേ? നിന്റെ സ്വകാര്യതയിൽ ഹറാമും മോന്തിയിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ഉല്ലാസ വഴികൾ നീ തുനിച്ചുവെങ്കില്, അങ്ങനെ കളഞ്ഞുവെങ്കില് നരകം കാത്തിരിക്കുന്നൊരു ചീഞ്ചലമുണ്ട്. അത് കുടിക്കുമ്പോഴോ ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള കഥയറിയുമോ? യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഒരൊറ്റ മുറുക്ക് കുടിക്കുമ്പോഴേക്ക് നിന്റെ ചുണ്ട് പൊണ്ടുകൊണ്ട് നിന്റെ ചുണ്ട് പൊള്ളിയിട്ട് കരിഞ്ഞിട്ട് വീണുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോ പല്ല് മുഴുവനും വീണുപോയി. നാവിലേക്ക് എത്തുമ്പോ നാവിന്റെ ഭാഗം മുറിഞ്ഞുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോഴോ എത്തുന്നിടത്ത് മുഴുവനും കൊടൽമാലകളും ബാക്കികളും കഷ്ണം കഷ്ണങ്ങളായി ഇങ്ങനെ മുറിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ജലമാണ് കുടിക്കാൻ തരുന്നത്. അതിന്റെ ചൂട് അസഹ്യമാ, വാസന അസഹ്യമാ, ടേസ്റ്റ് ഒരു നിലക്കും നാവിനോട് ചേരൂല, കുടിക്കാനൊക്കൂല. അതിന്റെ ചൂടിനെ പറ്റിയല്ലേ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞത്, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ച് വലഞ്ഞ ഒട്ടകം അതിന്റെ ദാഹം ക്ഷമിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നത് പോലെ ദാഹിച്ച് വലയുന്ന രീതിയിൽ നരകക്കാരന്റെ തൊണ്ടയിടറുമ്പോ ഒരിറ്റ് ജലം കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് ചൂടുള്ള ചീഞ്ചലമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലത് കുടിക്കണം, നല്ലത് ഭുജിക്കണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം. നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് ഭയപ്പാടോടെ കഴിയണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല. നരകം അത്രയും ഭയാനക ലോകമാണ്. സ്വർഗലോകം അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും റഹ്മത്തും ഒക്കെ ഉദ്ദേശിച്ച് മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സജ്ജീകരിച്ച ലോകത്തിലേക്ക് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വതക്ക അധികരിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, നിസ്കാരം ഒന്നും കളാക്കാതിരിക്കുക. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ 110 ദിക്റും കഴിഞ്ഞിട്ടില്ലാതെ അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കുക. കഴിയോ? ഒന്ന് കൂട്ടിയോക്കി. എത്ര ചൊല്ലിയെന്ന്? സുബഹിയും ദുഹറും അസ്റും മഗ്രിബൊക്കെ നിസ്കരിച്ചില്ലേ? ഇശാവൊക്കെ എത്ര ചൊല്ലി? എത്ര ചൊല്ലാൻ നമ്മളെ ശരീരം ക്ഷമിച്ചിരിക്കും? സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ദിക്ർ ചൊല്ലിയാൽ എന്ന് പാവപ്പെട്ട സ്വഹാബത്തിനോട് ഔലിയാക്കളോടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമുക്ക് പിന്നെ ഏത് സ്വർഗാ വേണ്ടത്?
അതിനൊന്നും ഒഴിവില്ലല്ലേ? ഒരു ദിക്ർ ചൊല്ലാൻ ഒരു 5 മിനിറ്റ് ഈ ശരീരത്തെ പിടിച്ചിരുത്താൻ മാത്രം നമ്മളെ ശരീരം പിശുക്കാണെങ്കിൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സ്വർഗത്തിലെത്തണ്ടേ? എങ്ങനെ എത്തും? അതിനുവേണ്ടി സെറ്റപ്പോടെ ജീവിക്കണം. ഞാൻ എന്റെ ഭാഷണം നിർത്തുന്നു, സമയം പരിമിതമാണ്. വിഷയങ്ങൾ എവിടെ എത്തിയിട്ടില്ല, ഞാനൊന്ന് തോണ്ടി വെച്ചു എന്ന് മാത്രം. സൗകര്യപൂർവ്വം വീണ്ടും പറയാനും കേൾക്കാനും അല്ലാഹുത്തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗ്ഗക്കാരിൽ അല്ലാഹുത്തആല ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, അംബിയ ഔലിയാഇന്റെ മദദ് കൊണ്ട് സ്വർഗീയസ്ഥരിൽ ഉൾപ്പെടാൻ പറ്റുന്ന അടയാളങ്ങൾ തന്ന അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതിന് പറ്റുന്ന നല്ല മനസ്സ്, നല്ല ഖൽബിന്റെ സ്വഫ അല്ലാഹുത്തആല നിലനിർത്തി തരുമാറാകട്ടെ. ഒരാളോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഇല്ലാതെ നല്ല നിലക്ക് ദീനിന് വേണ്ടി അവനവനെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തെടുത്തുകൊണ്ട് നല്ല നിലക്ക് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് അവസാനം മൗത്ത് വരുന്ന നേരത്ത് കാമിലായ ഈമാനോടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര പ്രശോഭിത പൂമുഖം മതിവരുവോളം കണ്ട് കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാരിൽ സൂക്കേടിലായും മറ്റും വിഷമമുള്ള ആളുകൾക്ക് അല്ലാഹു തആല രക്ഷ നൽകുമാറാകട്ടെ, ശിഫാ നൽകുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം നൽകിയ വീട്ടുകാര്, കുടുംബക്കാര്, അവരെ വിദേശത്തുള്ള ആളുകളുണ്ട്, ഗൾഫിൽ പോയപ്പോ പരിചയമുള്ള ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈ നാടിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർകള്, ഇവിടെയുള്ള ഉമറാക്കള്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഉറൂസിൽ നന്നായി സഹകരിച്ച് നേതൃത്വം നൽകുന്നവരാണ്. എല്ലാവർക്കും നമുക്ക് ദുആഇന് വേണ്ടി വന്ന ബഹുമാനപ്പെട്ട കണ്ണമന്തങ്ങൾ ഉപ്പാപ്പടക്കം എല്ലാവർക്കും അല്ലാഹു തആല ഇസ്സത്ത് ഏറ്റി നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹിതന്മാരെ, ഒന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ റജബ് മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുന്നരായ കണ്ണബന്ധങ്ങൾ വരാനിരിക്കേണ്ടത് 19-ാം തീയതിയാണെങ്കിലും അന്ന് വരാൻ അസൗകര്യം പ്രകടിപ്പിച്ചപ്പോൾ സന്തോഷപൂർവ്വം ഈ നാട്ടിൽ നടക്കുന്ന പരിപാടിക്ക് ഒരു നിലക്കും ഒഴിവാകാൻ പറ്റൂല എന്ന നിലക്ക് തന്നെ ഇന്നത്തെ ദിവസം വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇന്നത്തെ ദിവസം വരികയും നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഉപദേശം തരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും അതോടൊപ്പം നമ്മുടെ ഈ മക്കാമിന് വേണ്ടി തങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയുന്നതും, മക്കാമിന് വേണ്ടി ഏകദേശം 27 ലക്ഷം രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതിലുപരി ഏകദേശം ഞാനിവിടെ വന്ന് 2 വർഷവും 3 മാസവുമായതേ ഉള്ളൂ എങ്കിലും നമ്മുടെ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് ഏകദേശം 42 ലക്ഷത്തോളം രൂപയാണ് ഈ 2 വർഷത്തിനിടയിൽ നടത്തിയ പിരിവ്. ഏതൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോഴും അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് ഈ നാട്ടിലുള്ള ദീനി സ്നേഹിതന്മാരും. അതോടൊപ്പം നമ്മുടെ വിദേശത്തുള്ളവരും ആ രൂപത്തിൽ തന്നെയാണ്. എന്ത് കാര്യം പറയുമ്പോഴും ഏത് കാര്യം പറയുമ്പോഴും തന്നവർ തന്നെ വീണ്ടും തരികയും, എന്നാൽ തരാത്തവരുമുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, എന്നാലും തരുന്നവർ തന്നെ വീണ്ടും തരുന്നുണ്ട്. ഏതായാലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈറ്റിങ്ങിന് വേണ്ടി പറഞ്ഞപ്പോൾ അതും ആ രൂപത്തിൽ തന്നെ 1 ലക്ഷത്തോളം രൂപ അങ്ങനെയും തന്നു. ഈ നടത്തുന്ന ഈ വർഷത്തെ ഉറൂസിന്റെ പരിപാടി പറഞ്ഞപ്പോഴും 1000 രൂപ ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ അതിനും ഏകദേശം 1 ലക്ഷത്തോളം രൂപ 1000 എന്ന നിലക്ക് അങ്ങനെയും തന്നു. അതോടൊപ്പം നമ്മുടെ യൂസുഫ് പട്രോടി, നമ്മൾ യൂസുഫ് പട്രോടി എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് ഈച്ചു എന്ന രൂപത്തിലാണ്. ഈച്ചു എന്ന രൂപത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പൈവളിക ഭാഗത്ത് ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ നിന്നും അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ ഒരു മേധാവി എന്നോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു, പക്ഷെ ഈ പരിപാടിക്ക് വരുമ്പോൾ നേരിട്ട് തന്നെ കാണാമെന്ന് പറഞ്ഞപ്പോൾ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ മഹല്ലിൽ ഈച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ, അത് ആരാ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ആ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഒരുപാട് കൊടുക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ മഹല്ലിലാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞു. പക്ഷെ അവരെയൊക്കെ അറിയപ്പെടുന്നത് ഈച്ചു എന്ന രൂപത്തിൽ തന്നെയാണ്.
ഏതായാലും ഇരിക്കട്ടെ, ഈ വർഷം ഹജ്ജിന് പോവുകയും കുടുംബസമേതം ഹജ്ജിന് പോവുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടൊക്കെ ഹജ്ജും കാര്യങ്ങളെല്ലാം അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഏകദേശം 1 ലക്ഷം രൂപ നമുക്ക് തരികയും 50,000 രൂപ ഇന്നലെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം കബറിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. അവരുടെ ഉപ്പാന്റെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 200 രൂപ ഇബ്രാഹിം BC നമ്മുടെ ഉറൂസ് കമ്മിറ്റിക്കാർ പ്രത്യേകം രേഖപ്പെടുത്തണം. സഫിയ ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ, ഇബ്രാഹിം BC 500 രൂപ, ഇബ്രാഹിം BC തന്നെ അടുത്ത വർഷത്തേക്ക് 5000 രൂപ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 1000 രൂപ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏൽപ്പിക്കപ്പെട്ടത് തന്നെയാണ്. പുണ്ടൂർ മുസ്തഫ എന്നവരുടെ കാക്ക മൂസാഞ്ച മരിച്ചുപോയവരാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. 1000 രൂപ. ഒരു സ്ത്രീ കടം തീരാനും ഭർത്താവിന് ജോലി ലഭിക്കാനും വേണ്ടിയിട്ട് 500 രൂപ. നമ്മുടെ അയൽവാസിയായ നമ്മുടെ മോണിച്ചാന്റെ ഭാര്യ 200 രൂപ പ്രത്യേകം ദുആ ചെയ്യാനും തങ്ങളെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വൈകുന്നേരത്തെ ചായ വരുമ്പോൾ അവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഏൽപ്പിക്കലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതോടൊപ്പം ഏകദേശം വർഷങ്ങളോളമായി നമുക്ക് ഇവിടെ വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സർവത്ത് കൊടുക്കുന്നത് നമ്മുടെ EH കാദർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സ്വതക്ക അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം അവരുടെ മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം തങ്ങൾ ദുആ ചെയ്യണം. ഈ കാര്യങ്ങളും ഇതിനു വേണ്ടി സഹായിച്ചവർ, ഈ ഡെക്കറേഷന് വേണ്ടി സഹായിച്ചവർ, അവർക്കൊക്കെയും പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ റജബ് മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ കാണുന്ന ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം വലിയ ഭാരിച്ച ചെലവൊന്നും നമ്മളോട് വാങ്ങുന്നില്ല. ചെറിയൊരു തുക മാത്രമേ വാങ്ങുന്നുള്ളൂ. ആ രൂപത്തിൽ തന്നെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെയൊക്കെ വളരെയധികം പ്രിയങ്കരായിരുന്ന, അതുപോലെ തന്നെ നമ്മുടെ കണ്ടവന്തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിരിച്ചപ്പെട്ട ഒരാളാണ് ഈ സൗണ്ട് ബോക്സുമായിട്ട് ബന്ധപ്പെട്ടവർ. ഞാൻ ഈ വർഷം മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. ഏതായാലും ഇന്നത്തെ സൗണ്ട് പോലെ തന്നെ ഇനി എല്ലാ ദിവസവും ഉണ്ടാവണം. കാരണം ആദ്യത്തെ 2 ദിവസം സൗണ്ട് കുറച്ച് കുറവാണെന്നാണ് പറയാനുള്ളത്. കാരണം ഒന്നാമത്തെ ദിവസം ഇത്ര പവർ ഉണ്ടായിട്ടില്ല, ഇന്നലെയും ഇത്ര പവർ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതേ പവർ ഇനി ബാക്കിയുള്ള 4 ദിവസം ഉണ്ടാകണം. അതിന് കുറവ് വന്നാൽ പിന്നെ ഞാൻ ഇതിലൂടെ അങ്ങനെ പറയും ചെയ്യും. ഏതായാലും ഇരിക്കട്ടെ, കാര്യങ്ങളെല്ലാം ആ രൂപത്തിൽ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ അസംച്ച ഈ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ആക്കുമ്പോൾ ഇന്നും പ്രത്യേകം വേറെ ആ കാണുന്ന ചെടിയിലേക്കെല്ലാം വെക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെല്ലാം നമ്മൾ ചെയ്യാമെന്ന് പറയുകയും അതങ്ങനെ തന്നെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അവർക്കെല്ലാം പ്രത്യേകം തങ്ങൾ ദുആ ചെയ്യണം. അതോടൊപ്പം നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷത്തേക്ക് ഒരുപാട് ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡെക്കറേഷനും കാര്യങ്ങൾക്ക് തന്നെ നമുക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. അതിനുപരി 7 വർഷത്തെ പരിപാടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 5 ദിവസമായിരുന്നു ഉണ്ടായത്. ഇപ്രാവശ്യം 7 ദിവസത്തേക്കാക്കിയിട്ടുണ്ട്. തങ്ങന്മാരെ കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയത് തന്നെയാണ്. തങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം തങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തങ്ങന്മാരൊക്കെ കുറെ ഷോർട്ടാക്കി വെച്ചതാണ്. അതിന്റെ മുമ്പത്തെ വർഷം അതുപോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വരുമ്പോൾ തങ്ങൾ കണ്ടത് പഴയ ബിൽഡിംഗ് ആണ് കണ്ടത്. 1 വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷം വരുമ്പോൾ അത് പുതിയ ബിൽഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. അതിനൊക്കെ സഹായിച്ചത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. ഏകദേശം വലിയ തുകയും അതോടൊപ്പം എന്താണോ ചോദിക്കുന്നതിൽ അകമഴിഞ്ഞുകൊണ്ട് തന്നെ പല രൂപത്തിലും സഹായിച്ചവർ തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. 1ാമത്തെ ദിവസം പറഞ്ഞതുപോലെ ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങിയ ആ ഡിജിറ്റൽ ക്ലോക്ക് മുതൽ അവസാനമായി ഉണ്ടാക്കിയ ഈ ബിൽഡിംഗ് വരെ തന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അവരൊക്കെ പേര് ആദ്യത്തെ ദിവസം വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മക്കാമിന്റെ എല്ലാ പണിയും ഏകദേശം എന്നെ കൊണ്ട് തന്നെയാണ് പൂർത്തിയാക്കിയതെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, മക്കാമിലേക്ക് CCTV വേണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതും നമ്മളെ കൊണ്ട് തന്നെ ആവട്ടെ, ഈ ഉറൂസ് കൊണ്ടായാലും ആകൂല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത്രയും ആക്കിയ സ്ഥിതിക്ക് അതും നമ്മളെ കൊണ്ട് തന്നെ ആവട്ടെ എന്നവർക്ക് ഒരു സഹോദരനോട് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു CCTVക്ക് 3500 രൂപ അത് നോക്കിയിട്ട് പോയതാണ്. 3500 രൂപ വെച്ചിട്ട് 3 CCTV, ഒന്ന് ഈ ഭാഗത്തേക്ക്, ഒന്ന് അകത്ത ഭാഗത്തേക്ക്, പിന്നെ ഒന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അതിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സഹോദരൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് ഫിക്സ് ആക്കുന്നതായിരിക്കും. അവർക്ക് വേണ്ടിയും അതോടൊപ്പം എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇനി ഒരൊറ്റ ആഗ്രഹം മാത്രമേ ആ ബിൽഡിങ്ങുമായിട്ട് എനിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് പിരിവ് ഞാൻ ആക്കുന്നില്ല.
പക്ഷെ ഏതായാലും ഉത്തരവാദിത്തപ്പെട്ടവർ അത് എനിക്ക് ഏൽപ്പിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉള്ളിലേക്ക് ഇൻഷാ അല്ലാഹ് ഉറൂസ് കഴിയുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്നും ഈ ഉറൂസിന്റെ ഒരു വേദിയിൽ നിന്നും പിരിവാക്കാതെ തന്നെ വ്യക്തിപരമായി കണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ഉള്ളിലേക്ക് ഇൻഷാ അല്ലാഹ് ബാറ്ററി ഏതായാലും ഇൻവെർട്ടർ ഇൻഷാ അല്ലാഹ് അത് ഫിക്സ് ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുവന്ദരായ നമ്മുടെ മഹല്ലത്തിന്റെ ഖത്തീബ് സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, മറ്റു ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ സിയാറത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വളരെ ഗഹനമായ ആഴത്തിലുള്ള വലിയ വിഷയാവതരണം മുന്നേറായ അഷ്ഹൂദ് സഖാഫി ഗൂഡല്ലൂർ നടത്തിക്കഴിഞ്ഞു. അല്ലാഹു തആല ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റജബ് മാസം, ശഅബാൻ മാസം രണ്ടും കഴിഞ്ഞാൽ റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ ജീവിതം ധന്യമാക്കണം, പാകപ്പിഴവില്ലാതെ ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് കിട്ടണം. അല്ലാഹു തആല ഇവിടെ മറവട്ട് കിടക്കുന്ന ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നവർ, അല്ലാഹു തആല അവർക്കൊക്കെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ, പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ മറവട്ട് കിടക്കുന്ന ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. ഇനി നസീഹത്തിനൊന്നും ആവശ്യമില്ല. ഞാൻ 19-ാം തീയതിയായിരുന്നു ഇവിടെ വരേണ്ടത്. സ്വാഭാവികമായും 19-ാം തീയതി ഒമാനിൽ പോവാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും പോവാൻ എന്ന പദ്ധതി ഇട്ടതാണ്. അവിടെ ഒമാനിലൊരു ബിൽഡിങ്ങിന്റെ, ഒരു ഷോപ്പിന്റെ, ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പണുമായി ബന്ധപ്പെട്ട് പോകാനുള്ളതായിരുന്നു. അവിടെ ലൈസൻസുമായി ബന്ധപ്പെട്ടെന്തോ ചെറിയ തകരാറായതുകൊണ്ട് എന്റെ പോക്ക് അല്പം നീട്ടി. ഇത് ഇന്നലെ രാത്രിയാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഏതായാലും അള്ളാഹുവിന്റെ ഖളാ, അത് അതിന്റെ അപ്പുറം ഒന്നും നടക്കൂലല്ലോ. ഞാൻ 19-ാം തീയതി ഏറ്റ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് മാത്രം. ഏതായാലും അള്ളാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ തന്നെയാണ് ഒന്ന് ക്ഷണിച്ചു. അന്ന് വിദേശത്ത് പോവേണ്ടതുകൊണ്ട് ഞാൻ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അതിന്റെ മുന്നേയുള്ള വർഷമാണ് നേരായ അബ്ദുൽ സഖാഫി മദനിയം അദ്ദേഹം വന്ന സമയത്ത് ഈ മഖാമുമായി ബന്ധപ്പെട്ട് പിരിവ് നടന്നിരുന്നു. ഏതായാലും അന്ന് കണ്ട മഖാമല്ല ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ കിടക്കുന്ന അല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുത്ത ദറജയുണ്ടല്ലോ, അത് ഭാവി തലമുറക്ക് മനസ്സിലാക്കാൻ, ഇപ്പോഴുള്ള ആളുകൾക്കല്ല. ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമ്മുടെ കുബ്ബ കണ്ടിട്ടാണ് ആളെ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. പൂർവികരായ ആളുകൾ അവരുടെ ഇൽമും അവരുടെ തഖ്വയും അവരുടെ ഇബാദത്തുകളും ഒക്കെ
നമ്മുടെ പൂർവികരായ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് നമുക്കൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇവിടെ കിടക്കുന്ന മഹത്തുക്കളുടെ പോരിശ തീരെ അറിയൂല. അപ്പൊ പിന്നെ പോരിശ അറിയാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അവിടെ കിടക്കുന്ന മഖാമുകൾക്കൊക്കെ, അവിടെ കിടക്കുന്ന ആ വലിയ മഹത്വമേറിയ ആ ഔലിയായി വേണ്ടുന്ന സ്ഥാനം വകവെച്ചു കൊടുക്കുക. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കൽബിലേക്ക് സ്ഥാനം ഇട്ട് കൊടുക്കുക. അതിന് ഏറ്റവും നല്ല വഴി എന്താ? നല്ല കുബ്ബ, അതേപോലെ തന്നെ മുനാരം. ഇതും കണ്ടാല് സ്വാഭാവികമായി ചെറിയ കുട്ടി കുരുന്ന മക്കൾക്ക് അദബ് കൂടും, ബഹുമാനം കൂടും. നേരെ മറിച്ച് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ദർജയുള്ള ആളുകളായിരിക്കാം. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോയാൽ ഒരുപാട് മഖാമുകൾ നമുക്ക് കാണാൻ പറ്റും. ഒമാനിലൊക്കെ ധാരാളമുണ്ട്. അവിടെയൊക്കെ മഖാമുകൾ ഇങ്ങനെ കെട്ടിയിട്ടുമുണ്ട്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നമ്മൾ അല്ലയിൽ പോയാൽ കാണുന്ന മഖാമ. അവിടെ വലിയ നീളത്തിൽ ഇങ്ങനെ കല്ല് ചുറ്റുവിട്ടിട്ടില്ല. കല്ല് ചുറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടത് മാത്രമല്ല, ഇശാറത്തിന് വേണ്ടി. മുമ്പൊക്കെ അങ്ങോട്ട് ഉള്ളിൽ പോയി സിയാറത്ത് ചെയ്യാൻ വേണ്ടി വിടലില്ല. ഇപ്പം വിടലില്ല. ഇപ്പൊ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച ഉടനെ അവിടെയുള്ള വത്തനികൾക്ക്, അറബികൾക്ക് ഖബറിലേക്ക് പോകാൻ വേണ്ടി, അങ്ങോട്ടേക്ക് സിയാറത്തിന് പോകാൻ വേണ്ടി തുറന്നു കൊടുക്കും. ആ സമയത്ത് മെല്ലനെ പോയാൽ മതി. അവരുടെ കൂടെ കന്തൂരയിലിട്ട് പോയാൽ എന്താവും? അങ്ങ് ഉള്ളിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാ ചില ബിരുദന്മാർ ചെയ്യൽ. അല്ലെങ്കിലുള്ളവർക്കറിയും. അപ്പൊ ആ മഖാമ് വളരെ ദൂരത്തുനിന്ന് പോലും ചിലപ്പോ നമുക്ക് എന്താവൂല, ദൂരത്ത് നമ്മളെ പോലത്തെ ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ തിരിയും. ചില ആളുകൾക്ക് തിരിയൂല. അവിടെ ചെറിയ റോൾസ് ഉണ്ട്, മതിലിന്റെ ഇടയിൽ റോൾസ്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതാന്ന് പറയണം. അതാ ഏതാന്ന് നമുക്ക് തിരിയൂല. ഈ പറയും നമ്മൾ സിയാറത്ത് ചെയ്ത് നമുക്ക് അതാന്ന് പറഞ്ഞാലൊന്നും ഉണ്ടാവൂല. അവിടെ എവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഇതുപോലെ മഖാമ് കാണുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ കെട്ടിപ്പടുത്താൽ അൽഹംദുലില്ലാഹ് ഭാവി തലമുറക്ക് വലിയൊരു കാര്യമാവും. അല്ലാഹു തആല ഇതിനുള്ള സഹായം നിങ്ങൾ നൽകിയ എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒന്നേരായ തങ്ങളവറുകൾ മുന്നിട്ട് തന്നെയാണ് ഏകദേശം 27 ലക്ഷം രൂപ അതിനു വേണ്ടി പിരിവെടുത്ത് നടത്തിയിട്ടുള്ളത്. കുറെ കിട്ടാനൊക്കെ ഉണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിന്റെ വഴി അല്ലാഹു തആല അത് തുറന്നു കൊടുക്കുമാറാകട്ടെ. നമുക്ക് പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്, ഭീമമായ ചെലവ് പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ തന്നെ സൗണ്ടിന് നല്ല പൈസ വാങ്ങും, നല്ല ചെലവുണ്ടാവും അർത്ഥം. കാരണം ഈ ബോക്സ് ഒക്കെ ഞാൻ കുറെ നോക്കി, ഇതപ്പൊ ഇങ്ങനെ സെറ്റിംഗ് ആയ നല്ല സെറ്റപ്പ് ഉണ്ട്. അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പുതിയ. അപ്പൊ അതിനും ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ പരിപാടിക്ക് വേണ്ടി, ഇന്നത്തെ ചെലവിന് വേണ്ടി, ഇന്നലത്തെ ഞാൻ ചോദിക്കുന്നില്ല, ഇന്നത്തെ ചെലവിന് വേണ്ടി അല്ലേ, നമുക്ക് ചെറിയൊരു പിരിവ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തരണം. ഒരാൾ ആരെങ്കിലും ബിസ്മി കൂട്ടിയിട്ട് ഒരു ചെറിയ തുക, ഒരു 5000 തരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആരെങ്കിലും ഒരാൾ പറഞ്ഞാല് ഒരു 5000 രൂപ പറയാൻ പറ്റുന്ന ഒരാളൊന്ന് കൈവന്ദിച്ചാൽ ഉപകാരമാണ്. നമ്മുടെ ഈ നല്ല സദസ്സിലേക്ക് ഇജാബത്തുള്ള സദസ്സാണ്. നേരത്തെ കൊടുത്തവരാണ്, എല്ലാവരും കൊടുത്തവരാണ്. കൊടുക്കാത്തവർ നിർബന്ധമായും തരണം. അങ്ങ് വെറുതെ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് കടന്നിരുന്നാലും നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓൺലൈനിലുണ്ടാ പരിപാടി? ഇല്ലല്ലോ. ഓൺലൈനിലുണ്ടാ? അങ്ങനെയാണെങ്കിൽ അവർക്കും തരാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഒരാളൊന്ന് ബിസ്മിൽ കൂട്ടി ഉദ്ഘാടനം ചെയ്താൽ ഒരു 5000 ആരെങ്കിലും ഉണ്ടാ? ഒരാള് പറഞ്ഞാല് തുടക്കത്തിൽ ബർക്കത്തിന് വേണ്ടി ആരുമില്ലേ? ഒരാളൊന്ന് കൈവന്ദിച്ചാൽ 5000 രൂപ തരാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ചെലവിന് ഭീമമായ തുക ഓരോ ദിവസവും ചെലവുണ്ടാവും. സ്വാഭാവികമായും ഒരു റൂസ് എന്നെല്ലാം പറഞ്ഞാല് ഒരാഴ്ചത്തെ റൂസിനുള്ള ചെലവ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം 40,000 രൂപയെങ്കിലും ഉണ്ടാവണം എന്റെ കാൽക്കുലേഷൻ പ്രകാരം. അപ്പൊ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താല് ഒരു 5000 രൂപ തരാൻ പറ്റുന്ന
ഒരാളൊന്ന് കൈവന്തിച്ചാല് നാളത്തെ ചെലവ് നാളെ നിങ്ങൾ കൊടുത്തോ, ഇന്നത്തെ ചെലവിലേക്ക് ആരുമില്ലേ? ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഉഷാറായി വന്നാല് ബാക്കിയുള്ള ആളെ ബേക്കെന്ന് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ആരാളെ സദസ്സെന്നായാലും സ്റ്റേജിൽ നിന്നായാലും ആർക്കും തരാം. ആരെക്കൊണ്ടാ കൈവന്തിച്ചാ മതി. അയാൾ പേരും കൊണ്ട് പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. സമ്പത്ത് കൊടുത്ത് സദഖ കൊടുത്ത് നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സദഖ കൊടുത്താൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടും. അങ്ങനെയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലായ. ഏറ്റവും വലിയ ബല എന്താ? നരകമാണ്. അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി സദഖ കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താലേ ആരുമില്ല. 5000ന്റെ ആളില്ലേ? 5000 പടച്ച റബ്ബേ, ഇന്നലെ കൊടുത്തിട്ടുണ്ടാവും. കുറെ ആള് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. തന്നവരെന്നെ തങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് എനിക്കല്ല. ആരാൾ 5000? ആരുമില്ലേ? ആരുമില്ല. 3000 തരാൻ പറ്റുന്ന ഒരാളെ 3000 തരാൻ പറ്റുന്ന ഒരാളെ ഒന്നിച്ച ചെറിയ തുകയല്ല. 3000 നമ്മളെ പരിപാടിക്ക് തീരെ തരുന്നത് മോശമായി പോകും. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് എണീച്ചു നോക്കട്ടെ, നോക്കട്ടെ. എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. മനുഷ്യന്മാരുണ്ട് ഇവിടെ. ഈ ലൈറ്റോട് കാണുന്നില്ല അങ്ങോട്ട് വരെ. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നോട്ട് കടന്നിരിക്കും. കസേരയില് ബേക്കുന്നില്ല. മുന്നോട്ടിരുന്നോ? പേടിക്കാനൊന്നുമില്ല. ഒന്നും സംഭവിക്കൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തീർന്നിട്ട് മാത്രം തന്നാ മതി. ഞാൻ ചോദിച്ചു കൊടുക്കുന്നുള്ളൂ. മുന്നോട്ടിരുന്നോ? ആരെ പേരും ഞാൻ വിളിക്കൂല. നിങ്ങൾ വന്നിരുന്നാ മതി. പ്രയാസമുള്ളവർക്ക് പോവാന്ന്, എല്ലാത്തവർ ഇരിക്കുക. നമുക്ക് ദ്വാരക്കണല്ലോ. മുന്നോട്ടേക്ക് ഇരുന്നോ. ഒരു 3000 തരാൻ പറ്റുന്ന ഒരാളെ ഒന്നിച്ച 3000 തരാൻ പറ്റുന്ന അതുമില്ലേ? പടച്ച റബ്ബേ, ആരുമില്ല. 3000ന്റെ ആളില്ല. ആരെക്കൊണ്ട ഒരാള് കൈവന്തിച്ചോ? തരാൻ പറ്റുന്ന മടിയാണിക്കണ്ടപ്പോ ഇൻഷാ അല്ലാഹ്. എല്ലാം കൊടുത്തോണ്ട് ഇപ്പൊ കൊടുത്ത ആളോട് ഇപ്പൊ ചോദിക്കാനും പറ്റില്ല. നേരത്തെ കൊടുത്ത് എന്ന് പറഞ്ഞതാണ്. കൊടുക്കാത്ത ആൾ എന്തായാലും കൊടുക്കൂല. അതിന് പഠിച്ച സ്വഭാവമല്ല. നിങ്ങളെ തരാത്തവരുണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. തരുന്നവർ തന്നുകൊണ്ടേയിരിക്കും, കൊടുക്കുന്നവർ കൊടുത്തോണ്ടേയിരിക്കും. കൊടുക്കാത്തവർ ചെറിയ ആൾ ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാത്തവരുണ്ട്. അവരുടെ ഇഷ്ടമല്ല. ഇപ്പൊ അവർ തീരുണ്ടായിട്ട് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ആരുണ്ടാ? 3000 ഇല്ല. എന്നാ അതിൽ താത്തി പിടിച്ചോട്ടെ. 2000 തരാൻ പറ്റുന്നവർ കൈവന്തിച്ച അങ്ങനത്തെ ഒരാളുണ്ട്. അതുമില്ലേ? താഴ്ന്ന് മേലോട്ട് പോകണം. 100 മേലോട്ട് പോകേണ്ടവർ. അനിയുസൈദി 2000. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ഞാൻ ചോദിച്ചുകൊണ്ട് വന്നിരിക്കും. അയാൾക്ക് ഉണ്ടായിട്ടൊന്നുമല്ല. അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. ഇനി ആരുള്ള 2000? അനിയുസൈദിന്റെ മകൾക്ക് സുഖയിൽ അല്ലാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. സന്തോഷമുള്ള ആരോഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇനി ആര് 2000? ഒരാള് കൊടുത്താ പിന്നെ വേറെ ആള് പറയും. അതിന്റെ ശൈലി അങ്ങനെയാ. ഒരാളും കൂടി 2000ന്റെ ഒരാള് അനിയുസൈദിന്റെ അടുത്ത് ഒന്നും ഇല്ലാതെ തന്നെയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉള്ളവർ ഇന്നത്തെ ചെലവ് 40,000 രൂപ എന്നാണ് ഇതിർന്ന് കിട്ടൽ. ഇങ്ങനെയാണെങ്കിൽ ഒരാളും കൂടി പറയും 2000. ആരെക്കൊണ്ടാ? 2000 പറച്ചോ. ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ചോദിക്കുമ്പോ തരുമല്ലോ. ഇങ്ങനെയല്ലേ? അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. ഇനിയൊരു 2000 വേണ്ട. ഒരാളും കൂടി 2000 ഉണ്ടായാലേ ഒരാളും കൂടി മൂന്നാമത്തെ ഒരാള്. അതാര്?
മദനി മാഷാ അല്ലാഹ്. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. 2000 മാഷാ അല്ലാഹ്. ഒരു 3 ആളായി. ഇനി 1000 തരാൻ പറ്റുന്ന ആൾക്കാർ കൈവന്തിച്ച ഈ പരിപാടിക്ക് വേണ്ടി 1000 ഉറുപ്പിക വെച്ചിട്ട് ഒരാളെ കൈവന്തിക്ക് 1000 ഉറുപ്പിക തരാൻ പറ്റുന്ന ആളെ കൈവന്തിച്ചാ മതി. ഒന്ന് പേരെഴുതി എടുത്തോ. 1000 തരാൻ പറ്റുന്ന ആളെ കൈവന്തിച്ച നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഭീമമായ തുക ചെലവുണ്ട്. ഉറൂസ് എന്നെല്ലാം പറഞ്ഞാല് സാധാരണ ഉറൂസിന് ലാഭം ഉണ്ടായാലും ഇത് ലാഭത്തിന്റെ പരിപാടിയില്ല. കാരണം എന്താ, നേരത്തെ ഒരുപാട് ബാധ്യതയുണ്ട്, അതിന് പുറമേയുള്ള ചെലവാണ്. അല്ലാഹു തആല ഇതിന്റെ സംഘാടകർക്ക്, അധ്വാനിച്ചവർക്ക്, കഷ്ടപ്പെട്ടവർക്ക്, സംഭാവന നൽകിയവർക്ക് അല്ലാഹു തആല വലിയ ഖൈർ നൽകുമാറാകട്ടെ. 1000 മാരുള്ള 1000 തരാൻ പറ്റുന്ന ആളുകൾ കൈവന്തിച്ച ആരുമില്ലേ? എന്താ ചൊടിച്ചാണൊക്കെ ഉണ്ട് എല്ലാവരും? ഇല്ല, 1000ന്റെ ആളില്ല. നമ്മളെ ഓൺലൈനിൽ ആരുമില്ലേ? അല്ല, നിങ്ങള് വരേണ്ടി വരുമ്പോ സാധാരണ മാമൂല് അങ്ങനെയാ. ഓൺലൈനിൽ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ചെലവ് ഓർമ്മ എടുക്കല. 1000 തരാൻ പറ്റുന്ന ഒരാളെ കൈവന്തിച്ച ആരുമില്ലേ? 1000 ഒരാള് പൊന്തിച്ചാൽ എല്ലാവർക്കും പൊന്തിക്കും. 1000 കൊടുക്കല് മോശമല്ല റബ്ബേ. ഞാൻ വലിയ ജോലിയായിരിക്കും, എന്നാലും തിരക്കുള്ള ആര് 1000ന്റെ ആള് ഉമ്മറ. ഉമ്മർ, അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ഇന്ന് ഭക്ഷണം അവിടെയായിരുന്നു. അല്ലാഹു തആല വലിയ സന്തോഷം നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സുഹരിയുടെ കുട്ടി അല്ലെ, 7 വയസ്സായിട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ആ കുടുംബത്തിന് വലിയ ക്ഷമയും സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു തആല വലിയ സന്തോഷം, സമാധാനം, ക്ഷമ അല്ലാഹു തആല കുടുംബത്തിന് നൽകുമാറാകട്ടെ. ആമീൻ. പിന്നെ 1000 വേറെ ആരും കൊണ്ട് 1000ന്റെ ആള് ഒരാളും കൂടി കൈവന്തിക്കും. ഇത് സമയം കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണെന്ന് മനുഷ്യന്മാർ തരാത്ത. ഒരു 12 മണി ഞാൻ കൊടുക്കാൻ വിചാരിച്ച ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കുറെ മുഅ്മിനീങ്ങളുണ്ടാവും. അർദ്ധരാത്രി നമ്മൾ സദഖ കൊടുക്കലുള്ളൂ. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോല്ല. റമളാനും കാത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സദഖ കൊടുക്കാൻ വേണ്ടി. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ പോരിശ ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ തർക്കമില്ല. 12 മണിക്ക് സുസ്ഥാനത്ത് കൊണ്ടെടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് 1000 ഒരാള് ആരല്ലേ പറഞ്ഞോ? അതാ 12 മണിക്ക് കുറെ ആൾക്കാർ ചോദിക്കുന്നത് കൂലി ഇപ്പം തന്നെ കിട്ടും. അതാ പേര് പറയും. സിറാജ് മദ്ക 1000. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള സദസ്സാണ്. 1000 കൂടി ആരാ? 1000 ആര്? എന്ത് പേര്? ഹനീഫ് റഹീം അബ്ദുറഹീം 1000. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, ഖൈറിലാക്കട്ടെ. ഇനി 1000. ഇനി ചിലപ്പോ സ്പീഡാവും. അങ്ങനെയുണ്ട്, വണ്ടി ഇറക്കത്തില ഇപ്പോഴുള്ള മൂക്കൂത്തി വീണു കൊണ്ടാന്ന് മാത്രം. ഇനി 1000. ആരാ? ഒരാളും കൂടി. ചിലയാള് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തിരിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടല്ലേ ചോദിച്ചു. തരാൻ ഉദ്ദേശിക്കുന്ന ആളോട് ചോദിക്കുന്നു. തരാൻ ഉദ്ദേശിക്കുന്ന കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെവരോട് ചോദിക്കുന്നു. 1000 ആരാളെ? ഇപ്പൊ ഇത്ര ആയി? ഇപ്പോ 9000. 1000 കൂടിയാ 10000. ആരാ? മിസ്ബാഹി. ഏത് മിസ്ബാഹി? ഇസ്ഹാഖ് മിസ്ബാഹി. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. മതി 1000. ഇനി ആരെങ്കിലും ഉണ്ടാ? ഇനി അങ്ങനെ ചോദിക്കുന്ന സമയം അല്ലെങ്കിൽ ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ട്? ഒരാളും കൂടി 1000 തരാൻ പറ്റുന്ന. ഇന്നത്തെ ചെലവാൻ ഒരു പെണ്ണുങ്ങൾ 5000. അത് നേരത്തെ കൊടുത്തായിരിക്കും അല്ലെ? ഇപ്പൊ പറഞ്ഞു പഠിച്ചോനെ. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ആ സ്ത്രീക്ക് വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല വലിയ ഖൈർ നൽകുമാറാകട്ടെ.
ആ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ 1000. അല്ലാഹു തആല വലിയ സന്തോഷം നൽകുമാറാകട്ടെ, വലിയ ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ. ആ ഒരു സ്ത്രീ 100 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, ഖൈറിലാക്കട്ടെ. ആ മറ്റൊരു സ്ത്രീ 200 രൂപ. അല്ലാഹു തആല വലിയ സന്തോഷം നൽകുമാറാകട്ടെ. മറ്റൊരു സ്ത്രീ 100 രൂപ. അല്ലാഹു തആല വലിയ ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ. മറ്റൊരു സ്ത്രീ 50 രൂപ. അല്ലാഹു തആല വലിയ സന്തോഷം നൽകുമാറാകട്ടെ. മറ്റൊരു സ്ത്രീ 100 രൂപ. അല്ലാഹു തആല വലിയ ഖൈർ നൽകുമാറാകട്ടെ. ചെറിയ ചെറിയ തുകകൾ അവരാൾ കഴിയുന്ന രീതിയിൽ തരുന്നതാണല്ലോ. ഇൻഷാ അല്ലാഹ്. ഖാദിർ അബ്ദുൽ ഖാദിർ സുഹരി 1000. അല്ലാഹു തആല വലിയ സന്തോഷവും സമാധാനം നൽകുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ട് 1000ന്റെ ആള്? നമുക്ക് ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. കുറച്ച് ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഔലിയായിന്റെ പേരിൽ, അതുപോലെ തന്നെ ഖാജാത്തങ്ങളുടെ പേരിൽ, നമ്മുടെ മശായിഖന്മാരൊക്കെ കരുതിയിട്ട് ലാ ഹളറത്ത് സയ്യിദിനാ വശഫീനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയമുള്ളവരെ, സംഘാടകര് ഒരു ബക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ഉറൂസ് കമ്മിറ്റിയുടെ സംഘാടകർ ഒരു ബക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ആയിരിക്കുന്നവരെല്ലാം നമുക്കറിയാം, നമ്മളിവിടെ പാരമ്പര്യമായി ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും ഞാൻ വന്നതിന് ശേഷം ആ ബക്കറ്റ് കിട്ടി. ഏതായാലും അതിന് ശേഷം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിവിടത്തേക്ക് വരുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആര് വന്നാലും അവരുടെ കൈമുസാഫാത്ത് ആര് വന്നാലും അവരുടെ കൈമുസാഫാത്ത് ചെയ്യുക എന്നുള്ളത് പുണ്യമുള്ള ഒരു കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒന്നിരായ ആളെപ്പയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒന്നിനെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. അല്ലാഹു തആല നമ്മുടെ ദുആനെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒന്നിരായ നിങ്ങൾ തങ്ങളെ കാണണമെങ്കിൽ ആ ഭാഗത്തേക്ക് പോയി അവിടെ ക്യൂല നിൽക്കേണ്ടി വരും. ഇന്ന് അതിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം തങ്ങളുടെ കൈമുസാഫാത്ത് ചെയ്ത് സ്വതക്ക നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം രൂപത്തിലാണോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ആ രൂപമെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സദാ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരുപാട് പിഴവുകളുണ്ട്. ഈ മക്ബറയോട് കാണിക്കുന്ന മര്യാദയൊന്നുമല്ല നമ്മൾ കാണിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ തന്നെയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചര്യയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ
പേടിച്ച് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടാണ് അവരൊക്കെയും പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്തിന്റെ പേരിൽ? ആ പള്ളിയോട് വല്ല അനാദരവും വന്നു പോകുമോ എന്ന് പേടിച്ച്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന ചില വയസ്സായവരുണ്ട്, ഞാൻ അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും മാടിക്കുത്തിയിട്ട് പള്ളിയിലേക്ക് കയറി പള്ളിന്റെ അകത്തേക്ക് കയറുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവർ ശ്രദ്ധിക്കണം ഒന്നുകൂടി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. മക്ബറയിലേക്ക് പോകുമ്പോൾ, ഏതൊരു മക്ബറയിലേക്കും നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മക്ബറയിലേക്ക് പോകുമ്പോൾ ദൂരെ നിന്ന് സലാം പറഞ്ഞു പോകുന്നവർ നമ്മുടെ ആലിമീങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട്. അങ്ങനെയൊക്കെയും സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് പൂർവികരായ ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം പാപക്കറകളാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മളാണ്. നമ്മൾക്കുള്ള രക്ഷ എന്തേ ഉള്ളൂ? അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു താല ആദരിച്ചതിനെ ആദരിക്കുക. ഇതുപോലെയുള്ള മഹത്തുക്കൾ വരുമ്പോൾ, സയ്യിദന്മാർ വരുമ്പോൾ, ഇതെനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല, ഞാനൊരു സയ്യിദാണല്ലോ, കൂടുതൽ പറയാനും കഴിയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അവരൊക്കെയും ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. ആ സ്നേഹം വരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ചിലപ്പോ കണ്ണവങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. ഞാൻ മറ്റേ അവരെ പെരക്കേക്ക് പോയിട്ടാകുമ്പോൾ ഒരാൾ എന്തോ സഹായിക്കണം എന്നപ്പോൾ 500 രൂപ കൊടുത്തിരുന്നു. എന്നെ കൊണ്ടൊന്നും അങ്ങനെ കൊടുക്കൂല. ഏതായാലും ഇരിക്കട്ടെ, നമ്മളത് അങ്ങനെ കൊടുക്കുന്നവരല്ല. പിന്നെ നമ്മൾ എന്തേ സ്നേഹിക്കുന്നു? നബി തങ്ങളുടെ കുടുംബം എന്ന നിലക്കുള്ള സ്നേഹമാണ് നമ്മളോടുള്ള സ്നേഹം. പിന്നെ എന്തുള്ള സ്നേഹമാണ്? പോകുന്ന വേദികളിൽ നിന്നും അവര് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സദാ ദുആ ചെയ്യുന്ന സമയത്തും ആര് വന്നാലും പറയുന്നത്, ഈ ചോദിക്കുമ്പോഴൊക്കെ തന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറയുന്നത് നമ്മെ സ്നേഹിച്ചുകൊണ്ട്, നമ്മൾ ചോദിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആ കാര്യം പറയുന്നത്. അതേ അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് മുന്നോട്ട് വരിക. എല്ലാവരും വരണം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഉള്ളത് കൊണ്ട് മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വതക്ക കൊണ്ടെങ്കിലും അല്ലാഹു തആല ഈ ലോകത്ത് നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. തങ്ങളെ കൈ മുസാഫത്ത് റജബ് മാസമാണ്, വരാനിരിക്കുന്നത് ശഅബാൻ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് വരാനിരിക്കുന്ന ശഅബാൻ മാസം. ആരംഭം നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് അവരുടെ കൈ മുസാഫത്ത് ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുത്തുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സംഘാടകർ ഉമ്മർ ഇന്നെത്ര പിരിവായി? പെട്ടെന്ന് ടോട്ടൽ എത്രയായി എന്ന് പറഞ്ഞത്? എല്ലാവരും ആയിരിക്കുന്നവരെ മുത്തല്ലിമീങ്ങൾക്കും വരാം. നിങ്ങൾ പൈസ കൊടുക്കണ്ട, നിങ്ങൾ വന്നോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, ആരും പോകരുത്. നമ്മളെല്ലാവരും സ്വതക്ക ചെയ്ത് ദുആ ചെയ്യുന്നത് ആരംഭം നബി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതാണ്. സ്വതക്ക ചെയ്ത് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അസ്സദഖത്തു റദ്ദുൽ ബലായ, സ്വതക്കയാണ് എല്ലാത്തിനുമുള്ള അവലംബം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. സ്വതക്ക കൊടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, അവരുടെ ജീവിത കാര്യങ്ങൾക്കെല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അത് മുതലിലാവാം, എല്ലാ കാര്യങ്ങളിലാവാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എത്ര കിട്ടിയ റഹ്മാനെ? 13. 18,000 രൂപയാണ് നമ്മുടെ ഈ ലൈറ്റിനൊന്നും അങ്ങോട്ടേക്കാക്കിയത്. ആരും കാണുന്നേ ഇല്ലല്ലോ.
ഓഫാക്കിയാലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് ഇരിക്കാൻ പറ്റാത്തവരെല്ലാം നിൽക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് മുന്നോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്നവരെല്ലാം റോഡ് സൈഡിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ടേക്ക് വന്ന് മുന്നോട്ട് വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. ആരുടെ ദുആയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആരുടെയെങ്കിലും ഈ ദുആ ചെയ്യുന്ന രണ്ട് തങ്ങന്മാരല്ല പറഞ്ഞത്, സാധാരണക്കാരനായ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ചില ആളുകളുടെ ദുആയായിരിക്കും ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ റോയൽ മൂസച്ച നമ്മൾ ഈ മക്കാമിന്റെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിയപ്പോ ഏകദേശം 1400 ചില്ലറ ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ അത് എന്റെ വകയായിക്കോട്ടെ എന്ന് പറഞ്ഞത് വാങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഒരു പെണ്ണുങ്ങൾ 500 രൂപ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. 1500 രൂപ നമുക്ക് കിട്ടിയാൽ ഇന്നത്തെ ദിവസം നമുക്ക് 20,000 രൂപയും. ആരെങ്കിലും ഒരാൾ 500 രൂപ ഉണ്ടാകും. ഒരു 500 രൂപ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവര് ആരെങ്കിലും ഒരാള് ഒരു 500 രൂപ തന്നാൽ നമുക്കത് വലിയ മുതൽക്കൂട്ടാവും. ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരാളുണ്ട് ഒരു 500 രൂപ നമുക്ക് പറ്റിയ ഒരു 500 രൂപ 1500 രൂപ കിട്ടിയാൽ നമുക്ക് 20,000 രൂപയാവും. നമ്മുടെ KMMS അല്ലെ 500 രൂപ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആകെ തുച്ഛമായ ആളുകൾ ഉണ്ടായ സമയത്ത് ഏകദേശം ചോദിച്ചപ്പോൾ 12,500 രൂപയാണ് കിട്ടിയത്. അതോടൊപ്പം നമുക്ക് ഒരു 1000 രൂപ കൂടി ആരെങ്കിലും ഉണ്ടാവും. ഒരു 500 രൂപ രണ്ടാൾ ഏറ്റെടുത്താൽ നമുക്കത് 20,000 രൂപയാവും. ആരാ ഉള്ളത്? അൽഹംദുലില്ലാഹ് ഒരു പെണ്ണുങ്ങൾ 500 രൂപ. അൽഹംദുലില്ലാഹ് നമ്മുടെ മൂസച്ച 500 രൂപ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ നമ്മൾ ചോദിക്കുമ്പോൾ പലരും നമുക്ക് ചോദിക്കുമ്പോൾ തരുന്നവർ 500 രൂപ കൂടി കിട്ടി നമുക്ക് 20,000. ആരാ ഉള്ളത്? പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു ഒരു 500 രൂപ കൂടി ഇൻഷാ അല്ലാഹ് 21 നമുക്ക് നിർത്താം. ആരാ ഉള്ളത്? 500 രൂപ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നൊന്ന് പറയാം, സമയം കളയാനല്ല. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരു നാരിയത്ത് സ്വലാത്ത് ഇല്ലേ? ഇത്ര നമുക്ക് തന്നവർക്ക് വേണ്ടി ഒരു നാരിയത്ത് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില സല്ലിം സലാമൻ തഅമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖല്ലാ ബിഹിൽ ലവായിജ് വതുനാലു ബിഹിർ റഗായിബ് വസ്നൽ ഖവാതിം വയസ്തസ്ഖൽ അമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാസമായി പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب قراءتنا وبركة دعائنا مقبولة مرضية منا. أولا حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات ساداتنا سائر الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين وإلى حضرات ساداتنا البدريين والأحديين وسائر الصحابة والقرابات كلهم أجمعين وإلى حضرة سيدنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سلطان الهند خواجة معين الدين الجسيل الجميري قدس الله سره العزيز وإلى حضرات السادات الأقطاب والأوتاد والنجباء والعرفاء والعلماء والشهداء والزهداء والصديقين والصالحين أينما كانوا مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى أحياء وأموات كلهم أجمعين خصوصا منهم إلى حضرة سيدنا
هذا المقام المكرمة اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم إنا نسألك بحقوقهم وبجائهم أرحم الراحمين يا راج سيدا يا الله ഞങ്ങൾ ഈ സദസ്സിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. വിശുദ്ധ റജബ് മാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. അല്ലാഹ്, നല്ല നസീഹത്ത് ഞങ്ങൾ കേട്ട സദസ്സാണ് റഹ്മാനെ. ധാരാളം സംഭാവനകൾ നൽകിയ സദസ്സാണ് റഹ്മാനെ. അല്ലാഹ്, നീ ബഹുമാനിച്ച ഔലിയായിന്റെ ഹളറത്തിൽ വെച്ച് ഞങ്ങളെ യാചിക്കുന്നു റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹജനങ്ങൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ ഈ ഉറൂസിന്റെ ഡേറ്റ് തീരുമാനിച്ച അന്ന് മുതൽ ഇന്നേ വരെ അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ നിരവധിയാണ്. ഈ മഖാമുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഏതെല്ലാം നിനക്ക് സഹായങ്ങൾ നൽകിയോ, വാഗ്ദാനങ്ങൾ നൽകിയോ, സർവരുടെയും സർവഭാവങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. മഈസത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലും കുടുംബത്തിലും കച്ചവടത്തിലും കൃഷിയിടത്തിലും സമ്പത്തിലും വലിയ ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ. സർവ്വ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. സർവ്വ രോഗങ്ങളും നീ ശിഫാ നൽകണേ അല്ലാഹ്. ജനങ്ങൾ അറുക്കുന്ന മാറാവ്യാധികളിൽ നിന്ന്, ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. സർവ്വ സിഹിറുകളും നീ ഇബ്താൽ ചെയ്യണേ അല്ലാഹ്. സർവ്വ ഐനുകളും നീ ഇബ്താൽ ചെയ്യണേ അല്ലാഹ്. ശൈത്വാനിയത്തിന്റെ, റൂഹാനിയത്തിന്റെ, ഇഫ്രീത്തിന്റെ, സിഹിറിന്റെ, ഐനിന്റെ എല്ലാ ശർറുകളും തട്ടി വിദൂരത്താക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹജനങ്ങൾ, ഞങ്ങളെ വീടുകൾ, പറമ്പുകൾ, സ്ഥാപനങ്ങൾ, ജോലിസ്ഥലങ്ങൾ, വാഹനങ്ങൾ, യാത്രകൾ, എല്ലാ നിലക്കുമുള്ള ഹിഫ്ള്, ഹിമായത്ത്, കാവല്, ശിഫാ എപ്പോഴും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. വേണ്ടാത്ത വിചാരങ്ങളൊക്കെ എടുത്തു മാറ്റി മഅരിഫത്തിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇബാദത്തിനോട് പ്രത്യേക ലദ്ദത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്. വിവാഹ പ്രായം കഴിഞ്ഞ് കിടക്കുന്നവരുടെ റബ്ബേ, അനുയോജ്യരായ ഇണകളെ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഗർഭിണികളായ സ്ത്രീകളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. വൈകല്യമുള്ള മക്കളെ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. വർഷങ്ങളോളമായി മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും മക്കളെയും കൂട്ടുകുടുംബത്തിനെയും സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. യാ അല്ലാഹ്, വീടില്ലാത്തവരുടെ റബ്ബേ, വീടിന്റെ പണം തടസ്സപ്പെട്ടവരുടെ സന്തോഷമുള്ള ഭവനം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിന്റെ പണി, സ്ഥാപനത്തിനുടെ എല്ലാം ഖൈറാലക്ക് തുടങ്ങുവാനും സന്തോഷത്തോടുകൂടി പൂർത്തീകരിക്കുവാനും നല്ല നിലക്ക് കൈകാര്യം ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബേ, ഞങ്ങളെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്രമിക്കുന്ന മദീനത്തുൽ മുനവ്വറ ബർളിയായ സിയാറത്തിനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജിന്റെ മെമ്പറയ്ക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ബഹുമാനിച്ച ആദരിച്ച ബസാറാത്തുകൾ സിയാറത്ത് ചെയ്യുവാൻ, നീ ബഹുമാനിച്ച ആദരിച്ച ആളുകളെ കാണുവാൻ, വസ്തുക്കളെ കാണുവാൻ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും മിഖ്ലിലും പല പ്രാവശ്യങ്ങൾ കാണാൻ നീ വിധി കൂട്ടണേ റഹ്മാനെ. സർവ്വ മറകളും നീക്ക് ദറജകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരമാണ്, പൊരുത്തമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ, അപകട മരണങ്ങൾ, ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണേ റബ്ബേ. യാ അല്ലാഹ്, മരണം എപ്പോഴാണ് ഖൈർ, നേരത്തെ നീ അറിയിക്കണേ അല്ലാഹ്. എല്ലാവിധ ഇടപാടുകളും പൂർത്തീകരിച്ച് നല്ല സമയത്ത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട്, സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട്, അജ്ദാദികൾ മശായിഖന്മാരുടെ അർവാഹുകളുടെ സാന്നിധ്യത്തിലായിട്ട് നല്ല ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയ ഈ പള്ളി പരിസരത്ത് മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ഒരു ഹിസാബുമില്ലാത്ത രീതിയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗം നൽകി നിന്റെ ലിഖാ കണ്ടാസ്വദിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹ്, ഇവിടെ കൂടിയ മുഅ്മിനീങ്ങൾ അല്ലാഹ്, ഈ നാട്ടിന് എത്ര നൽകുന്ന വന്യരായ ജലാലുദ്ദീൻ തങ്ങൾ റബ്ബേ, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടുത്തെ മഖാം ഈ നിലക്ക് എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും വലിയ ഖൈർ നീ നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് തങ്ങളവർക്ക് വലിയ സന്തോഷം നീ നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ. തങ്ങളുടെ ഖിദ്മാത്തിന്റെ നീ പരിപൂർണമായ നിലക്ക് സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഉറൂസിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, അധ്വാനിച്ചവർ, വോളണ്ടിയേഴ്സ് അടക്കമുള്ള എല്ലാവർക്കും വലിയ ഖൈർ നീ നൽകണേ റഹ്മാനെ. ഇവിടെ സിയാറത്തിൽ വരുന്ന മുഅ്മിനീങ്ങൾ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഇവരെ മറവട്ട് കിടക്കുന്ന ഔലിയാഇന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വഹിരുകാരുടെയും എല്ലാവിധ പാവങ്ങളും പുറത്ത് വലിയ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വർസുഖ് സിയാറത ഹൽ ഹാശിമി ലനാ വഹ്കും ലിഖാക ലനാ യാ അഹ്കമൽ ഹുകമാ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ حبيبك خير الخلق كلهم وارزق شفاعة طه الهاشمي لنا واحكم لقاك لنا يا أحكم الحكماء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم